तलवारों पे सरवार दिए, अंगारों में जिस्म जलाया है, तब जाके कहीं हमने सर पे ये केसरी रंग सजाया है मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे। हाँ मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे। तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। सरसों से भरे खलियान मेरे जहाँ झूम के भंगड़ा पा न सका, आबाद रहे वो गांव मेरा जहाँ लौट के वापस जा न सका। ओ वतना में मेरे वतना में तेरा मेरा प्यार निराला था, कुर्बान हुआ तेरी असमत पे मैं कितना नसीबों वाला था। तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। ओ हीर मेरी तू हंसती रहे तेरी आंख घड़ी भर नम ना हो, मैं मरता था जिस मुखड़े पे कभी उसका उजाला कम ना हो। ओ माई मेरी क्या फिक्र तुझे क्यों आंख से दरिया बहता है, तू कहती थी तेरा चांद हूँ मैं और चांद हमेशा रहता है। तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा तेरी फसलों में लहरावा, इतनी सी है दिल की आरज़ू।
ഓരോ ദിവസവും ഉയരുന്ന രോഗവ്യാപനത്തോടും മരണനിരക്ക് നമ്മുടെ ലോക്ക്ഡൌൺ കാലത്ത് ഡ്യൂട്ടിക്കിടയിൽ കേരള പോലീസിന്റെ കരുതലോടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും അവ ജനങ്ങളിൽ ഉളവാക്കിയ വിശ്വാസവും സ്വാധീനവും അടുത്തറിയുവാനും സാധിച്ച ഈ 2279 പോലീസ് കോൺസ്റ്റബിൾ പരിശീലനാർത്ഥികൾ ഇക്കാര്യങ്ങളിൽ ആർജിച്ചെടുത്ത അനുഭവത്തിന്റെ ഉത്തരവ് ഔദ്യോഗിക പരിശീലനത്തിന്റെ വിരുദ്ധിലേക്ക് വെച്ച് പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ശ്രീ ആനന്ദ് ലോഡസ് ഹൗസിൽ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറായ ശ്രീ പ്രദീപ് കുമാർ സിയുടെയും ശ്രീമതി ജ്യോതി എന്നിന്റെയും പുത്രനാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ബൈജു ആർ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വഴുതൂർ ദേശത്ത് ബൈജു നിവാസിൽ ശ്രീ രാജേന്ദ്രന്റെയും ശ്രീമതി ലതയുടെയും പുത്രനാണ്. കേരള പോലീസ് അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ചടങ്ങിന് നേരിട്ടും വിവിധ ഇടങ്ങളിൽ നിന്ന് ഓൺലൈനിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസ് ഈ സമയം മറ്റു വകുപ്പുകളിലെ ഉന്നത പരേഡിന്റെ പരിപൂർണമായ ചുമതല പരേഡ് കമാൻഡർ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഉളനാട് കരയിൽ നന്ദു ഭവൻ വീട്ടിൽ ശ്രീ മുരളീധരൻ പിള്ളയുടെയും ശ്രീമതി ഗീത മുരളീധരന്റെയും മകൻ RTPC 408 നന്ദു മുരളീധരൻ ഏറ്റെടുക്കുന്നു. Ready, sir. All flags are ready. Ready to come in, sir. Parade! Order! ഈ പാസിംഗ് ഔട്ട് പരേഡിന് രാഗഭാവ ലയഭംഗി പകരുന്നത് ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ പവിത്രൻ PT നയിക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ബ്രാസ് ബാൻഡ് വാദ്യസംഘമാണ്. ലോക ചരിത്രം കോവിഡിന് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്തുമ്പോൾ സമസ്ത മേഖലകളിലും തിരിച്ചടികൾ നേരിട്ട് ഹതാശരായ ജനസമൂഹത്തെയായിരിക്കും കോവിഡിന് ശേഷമുള്ള നാളുകളിൽ സേവിക്കേണ്ടി വരിക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അവർക്ക് സാന്ത്വനമേകുന്നതും അതിജീവിതത്തിന് ഉതകുന്നതുമായ ഇടപെടലുകളിൽ കർമ്മരംഗം മുന്നേറുവാൻ ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും മുൻകാലങ്ങളിൽ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പരിശീലനം വിവിധ ബറ്റാലിയനുകളിലാണ് നടന്നിരുന്നത്. പരിശീലനത്തിന് ഒരു ഏകീകൃത സ്വഭാവം ബഹുമാനപ്പെട്ട ഈ സമയം കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ബഹുമാനീയനായ ശ്രീ CV ശശി അവർകൾ ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതുമാണ്. ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ളതാണ്. ഏകാധിപത്യവും ഉദ്യോഗസ്ഥ ഭരണവും രാജഭരണവും ഒക്കെ രാഷ്ട്രങ്ങൾ തികച്ചു നിൽക്കും. 1947 ഓഗസ്റ്റ് 15 ഉദിച്ചുയർന്ന ജനാധിപത്യ സൂര്യൻ ആംഡ് പോലീസ് 3ാം ബറ്റാലിയനിൽ പരിശീലനം ആരംഭിച്ചവർ കോവിഡ്-19 എന്ന മഹാമാരിയുടെ ആരംഭകാലത്ത് മാർച്ച് 26 മുതൽ ജൂലൈ 4 വരെയുള്ള ഏകദേശം 3.5 മാസക്കാലം കോവിഡ് പ്രതിരോധത്തിൻ്റെ
മുന്നണി പോരാളികളായി സേവനം അനുഷ്ഠിച്ചവർ. പരിശീലനത്തിന്റെ തുടർന്നുള്ള ഘട്ടം പൂർത്തീകരിക്കുന്നതിനായി 2020 ജൂലൈ 15 മണിയാർ ക്യാമ്പിലെത്തിയവർ. കഠിന പരിശീലനത്തിലൂടെ ശരീരവും മനസ്സും ദൃഢമാക്കിയവർ. കേരള പോലീസ് സേനയുടെ ഈ പുതുമുകളങ്ങളെ അനുഗ്രഹിക്കൂ. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവർ പോലീസ് ആസ്ഥാനത്ത് നിന്നും തത്സമയം പങ്കെടുത്ത് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും. General salute! Treason! കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭരണസിലാകേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം പങ്കെടുത്ത സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. General salute! Treason! അല്പസമയത്തിനകം മന്ത്രമധുരമായ വാദ്യസംഗീതത്തിന്റെ ഈണത്തിൽ സേനാംഗങ്ങളുടെയും കേരള പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയന്റെയും പതാകകളുടെ അകമ്പടിയോടെ ദേശീയ പതാക ഈ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടും. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെ നാഷണൽ സല്യൂട്ട് നൽകുന്നതുമാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽ തീരമാനങ്ങൾ വരെ വന്ദിക്കുന്ന കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീര ദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശസ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാങ്കിത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി വർഗ വർണ്ണ ജാതി മത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്കതീതമായി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് നിയമാനുസൃതമായി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഈ സമയം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇവർക്കുള്ള സത്യപ്രതിജ്ഞാവാചകം ബഹുമാനപ്പെട്ട കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ CV ശശി അവർ ചൊല്ലിക്കൊടുക്കുന്നതാണ്.
Moron taking ceremony. Parade. Change. Come. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. Parade. Change. Come. Flag bearer. March off. Parade. National salute. Prison. Come. Parade. Order. Come. Parade. Stand up. Please. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും വിവിധ പോലീസ് അക്കാദമികളും പരിശീലനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കണം. വിവിധ ബറ്റാലിയനുകളിലായി 2279 പേരാണ് ഇന്ന് പ്രതിജ്ഞ ചൊല്ലി പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇതില് 300-ലധികം പേര് ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ 182 പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ട് തന്നെയാണ്. 25 MBA ബിരുദധാരികളുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഈ അടുത്ത കാലത്തുള്ള റിക്രൂട്ട്മെന്റുകളെല്ലാം പരിശോധിച്ചാൽ ഈ തരത്തിൽ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും സാങ്കേതിക വിദഗ്ധരും എല്ലാം പോലീസിൽ ചേരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്.
ഇത് പോലീസ് പരിശീലനത്തിന്റെ കാര്യത്തിൽ ഏറെ പുതുമകളുള്ള പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ് നിങ്ങളുടെ. ഇതുവരെ വിവിധ ബറ്റാലിയനുകളിലാണ് പരിശീലനം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശീലനത്തിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല. തൃശൂർ ആസ്ഥാനമായി ഇന്റഗ്രേറ്റഡ് പോലീസ് ട്രെയിനിങ് സെന്ററിന് രൂപം നൽകിയതോടെ ഈ കാര്യത്തിൽ മാറ്റം വരികയാണ്. ഈ സെന്ററിലും കേരള പോലീസ് അക്കാദമി, SAP, MSP, RR, KAP 1 മുതൽ 5 വരെ ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിലായി ഏകീകൃതമായ പരിശീലനം പൂർത്തിയാക്കിയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അതിനുള്ള ആദ്യ ബാച്ചാണ് നിങ്ങളുടെ. ഈ പരിശീലന പരിപാടി കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെ മാറുകയാണ്. സാമൂഹ്യ ജീവിതം വളരെയധികം കലുഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ 2279 പേരുടെ പരിശീലനം ഒരേ സമയം പൂർത്തിയാക്കി പുറത്തിറങ്ങുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പരിശീലനത്തിനിടെയാണ് മഹാമാരിയെ നമുക്ക് നേരിടേണ്ടി വന്നത്. ഈ പകർച്ചവ്യാധി നേരിടുക എന്നത് പരിശീലനാർത്ഥികൾക്ക് ലഭിച്ച മികച്ച അവസരമായി തന്നെയാണ് കാണേണ്ടത്. ലോക്ക്ഡൌൺ കാലത്ത് ട്രെയിനികളെ അവരുടെ മാതൃ സ്റ്റേഷൻ പരിധിയിൽ ജനമൈത്രി പോലീസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത് ഈ ലക്ഷ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ബോധവൽക്കരണ പരിപാടികൾ, അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് നിർവഹിക്കേണ്ട പൊതുവായ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ പോലീസിന്റെ ഡ്യൂട്ടി നിർവഹണത്തോടൊപ്പം സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി നിറവേറ്റാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. മഹാമാരിയെ നേരിടാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്നുമുള്ള പ്രവർത്തനമാണ്. അപ്പൊ നിങ്ങളുടെ സർവീസ് കാലയളവ് മുഴുവൻ ജനങ്ങളോടൊപ്പം ഏത് രീതിയിൽ കഴിയണം എന്നതിൻ്റെ തുടക്കമായി ഈ പരിശീലന കാലത്തെ നിങ്ങൾ എടുക്കണം. കാരണം അത്ര വലിയൊരു അനുഭവം നിങ്ങൾക്ക് മുൻപ് പരിശീലനം ലഭിച്ച ഒരു കൂട്ടർക്കും കിട്ടാനിടയില്ല. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെയുള്ള പരിശീലനം ലഭിച്ച് പുറത്തിറങ്ങുന്നവർ ഒരു പ്രത്യേക മനോഭാവത്തോടെയാണ് പലരും സമൂഹത്തെ സമീപിച്ചിരുന്നത്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിൽ നിന്ന് പരിശീലനത്തിന്റെ രീതി തന്നെ മാറ്റി. ഇപ്പോ സമൂഹത്തെ പ്രധാനമായി കണ്ടുകൊണ്ട് തന്നെയുള്ള പരിശീലന രീതിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെതായ മാറ്റം മൊത്തത്തിൽ പോലീസിൽ കാണാനും നമുക്ക് കഴിയും. പക്ഷേ ആയിരക്കണക്കിൽ
അംഗങ്ങളുടെ ഒരു സേന എന്ന നിലക്ക് അവരെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ് പലരും എന്നതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നാം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്നു എന്നത് നാം മനസ്സിൽ എപ്പോഴും കരുതലായി സൂക്ഷിക്കണം. എപ്പോഴും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായി നിൽക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു കളരിയാണ് ഈ കോവിഡിനെതിരെയുള്ള പോരാട്ട കാലത്ത് ലഭിച്ചത്. കാരണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അതേ രീതിയിൽ അത്തരമൊരു മനോഭാവത്തോടെ നീങ്ങാൻ നമുക്ക് കഴിയണം. നാം ഏത് ഉദ്യോഗസ്ഥനായാലും നമ്മുടെ താഴെ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഏത് ഉദ്യോഗസ്ഥനായാലും നമ്മളെല്ലാം പൊതുജന സേവകരാണ് എന്ന ധാരണ നമ്മളിൽ ഉണ്ടാവണം. പൊതുജനങ്ങളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാന നിലപാട്. എന്നാൽ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ, ക്രമസമാധാനം ഉറപ്പുവരുത്താൻ അതിനുള്ള ചുമതല പോലീസിനുണ്ട്. മറ്റുദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് കുറ്റാന്വേഷണം നടത്താനും ക്രമസമാധാനം പാലിക്കാനും നമ്മുടെ നാടിൻ്റെ നിയമക്രമം ശരിയായ രീതിയിൽ പാലിച്ചു പോകാനുമെല്ലാമുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കാനും പാടില്ല. അതേസമയം സമൂഹത്തോട് നല്ല പ്രതിബദ്ധതയോടെ നീങ്ങാനും കഴിയും. നിങ്ങൾ ഓരോരുത്തരും ആ തരത്തിലുള്ള നിലപാട് നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം അംഗീകരിച്ചു പോകാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരായി മാറാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ദൗത്യം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയട്ടെ. നിങ്ങളുടെ സർവീസ് ജീവിതം എല്ലാം കൊണ്ടും ശോഭനമാകട്ടെ, വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. പരിശീലന കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാരം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡന്റ് ഇപ്പോൾ നൽകുന്നതാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു എല്ലാ ദിവസങ്ങളിലും ബെസ്റ്റ് ഇൻഡോർ RTPC 443 ശരത് മോഹൻ M. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മരൂർക്കരയിൽ പാറക്കൽ വീട്ടിൽ ശ്രീ മോഹനൻ നായരുടെയും ശ്രീ സുഷമാദേവിയുടെയും മകൻ RTPC 443 ശരത് മോഹൻ M. ബെസ്റ്റ് ഇൻഡോർ. ബെസ്റ്റ് ഔട്ട്ഡോർ
RTPC 393 ഫ്രാൻസിസ് സേവ്യർ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ മറ്റൻ നോർത്ത് കരയിൽ കാരക്കാട്ട് തറയിൽ വീട്ടിൽ ശ്രീ ജോസഫ് കുട്ടിയുടെയും ശ്രീമതി കുഞ്ഞിമോളുടെയും മകൻ. RTPC 393 ഫ്രാൻസിസ് സേവ്യർ. ബെസ്റ്റ് ഔട്ട്ഡോർ. ബെസ്റ്റ് ഷൂട്ടർ RTPC 369 സന്ദീപ് എസ്. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ വാളത്തുങ്കൽ കരയിൽ സന്ദീപം വീട്ടിൽ ശ്രീമാൻ ശ്രീകുമാറിന്റെയും ശ്രീമതി ശാന്തിയുടെയും മകൻ. RTPC 369 സന്ദീപ് എസ്. ബെസ്റ്റ് ഷൂട്ടർ. ഓൾറൗണ്ടർ RTPC 408 നന്ദു മുരളീധരൻ. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഉളനാട് കരയിൽ നന്ദു ഭവനത്തിൽ ശ്രീ മുരളീധരൻ പിള്ളയുടെയും ശ്രീമതി ഗീത മുരളീധരന്റെയും മകൻ. RTPC 408 നന്ദു മുരളീധരൻ. Prize winners, rejoice! ജന്മം നൽകിയ മാതാപിതാക്കളെയും വിദ്യ നൽകി സമ്പന്നരാക്കിയ ഗുരുക്കന്മാരെയും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ജഗദീശ്വരനെയും മനസ്സിൽ നിറച്ച് മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം ജീവിത ശൈലിയാക്കി ഉറച്ച കാൽവയ്പ്പുകളോടെ ഈ സേനാംഗങ്ങൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. നിറഞ്ഞ മനസ്സോടെയുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവരോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Attention! Parade! Shoulder! Pump! Parade will march off by the center. Parade! Left and right! Turn! Parade will march off by the center. Parade! Two! March!
ഓത്ത് ടേക്കിംഗ് സെറമണി സാന്നിധ്യവും പ്രാർത്ഥനകളും കൊണ്ട് സമ്പന്നവും ഐശ്വര്യപൂർണവുമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയന്റെയും കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയന്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. रब करेगा मगर तेरे ते सबर जरूरी है. குட்டி புலி கூட்டம் வெட்ட வெளியாட்டம் பல்லே பல்லே பட்டு போட்டோம் சுத்தி மேகமூட்டம் லீவு விட்ட ஓட்டம் சாலை எங்கும் சேலை தோட்டம் நானும் இப்போ மும்பை வாலா நாளை முதல் 1000 வாலா மேல போற 6er வாலா சலா சலா நீ பாட்டு தாத்தா பாதம் தொட்டு ஆசி வாங்கி ஃபிகர வெட்டு பிரெஞ்சு தாடி ஸ்டைலா விட்டு போடா போடா ding 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 dang ding dang ding 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 dang ding dang ding 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 அழகட்டுப்பட்டு வாழும் நாட்கள் வெப்பல்ல வாவா காப்பில்ல நீ வம்பு செஞ்சு திட்டு வாங்க தப்பில்ல எதை எதை உலகம் பதை பதைக்கிறதோ அதை அதை மனதும் விரும்புது கரைகளை தீண்டும் மலைகளை போல கனவுகள் தினமும் மரும்புதே இதுபடி அதுபடி இருக்கட்டும் அடிதடி இளமை கதபடி இறுதிய சமபடி குட்டி கூலி கூட்டம் வெட்ட வெளியாட்டம் பல்லே பல்லே பாட்டு போட்டோம் சுத்தி மேகமூட்டம் லீவு விட்ட ஓட்டம் சாலை எங்கும் சேலை தோட்டம் ஐயோ நெஞ்சம்தான் அது பெண்ணை தாண்டி எண்ணும் எண்ணம் கொஞ்சம் தான் பெண்ணே இன்பம் தான் அது வேண்டாம் என்று சொல்லும் ஆண்கள் பஞ்சம்தான் அழகிகள் உலவும் தெருவெல்லாம் பிரிந்து அதில் மிக அழகியை விரும்பலாம் யுவதிகள் தேடி அவதிகள் கோடி இருந்தும் அதுதான் சுகமெல்லாம் துரு துரு துருவென இருந்திட இருந்திட துரு பிடிக்காமல இருந்திட பறந்திட குட்டி பூரி கூட்டம் வெட்ட வெளியாட்டம் பல்லே பல்லே பட்டு போட்டோம் சுத்தி மேகமூட்டம் லீவு விட்ட ஓட்டம் சாலை எங்கும் சேலை தோட்டம்